നമസ്കാരം. ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത്. യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബവും. ഭാര്യ സിന്ധു കൃഷ്ണയും 4 മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. നിലവിൽ താരകുടുംബത്തിൽ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ്. കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമാണ് ആദ്യം നടക്കാൻ പോകുന്നത്. ഇതിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും. വീട്ടിൽ നിന്ന് ആര് വീഡിയോ പങ്കിട്ടാലും അതിൽ വിമർശകരുടെ ക്യൂ ആണ്. ആരാധകരും വിമർശകരും താരകുടുംബത്തിന് ഒരുപോലെയുണ്ട്. ഇപ്പോഴത്തെ വീട്ടിൽ ജോലി ഭാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സിന്ധു കൃഷ്ണ. മക്കൾക്കായി പ്രത്യേക വിഭവം തയ്യാറാക്കിയ താൻ ക്ഷീണിച്ചു എന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. ഇത്രയും നേരം അടുക്കളപ്പണിയുമായി സമയം പോയി. അടുത്ത കാലത്തൊന്നും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞു വരല്ലേ, ഞാൻ ചെയ്യില്ലെന്ന് ഞാൻ ഇഷാനിയോട് പറഞ്ഞു. കാരണം ഇത് വളരെ ക്ഷീണിപ്പിക്കും. ഭക്ഷണം നല്ലതായിരുന്നു, പക്ഷെ ക്ഷീണിച്ചതിനാൽ രുചി എനിക്ക് തോന്നില്ല. എല്ലാവരും നന്നായി കഴിച്ചു, പക്ഷെ ഞാൻ വളരെയധികം തളർന്നു. കാൽ വേദനിക്കുന്നു. ഒരുപാട് വീടുകളിൽ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് നിർത്താതെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കുക്ക് ചെയ്ത് കൊണ്ടേയിരിക്കും. ഒരുപാട് പേർക്ക് അതിഷ്ടമാണ്. പക്ഷെ എന്നാലും ഇത് അവസാനിക്കാത്ത ജോലിയാണ് കുക്കിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ചിന്ത ലഞ്ച്, അത് കഴിയുമ്പോൾ വൈകുന്നേരത്തെ ചായ, അത് കഴിയുമ്പോൾ ഡിന്നർ. ഓരോന്ന് കഴിയുമ്പോഴും അടുക്കള വൃത്തിയാക്കി വെക്കും. 2 മണിക്കൂർ കഴിയുമ്പോൾ അടുത്തത് തുടങ്ങുന്നു. ഒരിക്കലും അവസാനിക്കുന്നില്ല. രാത്രി കിടക്കുമ്പോൾ പോലും നാളെ രാവിലെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചിന്ത. ഏത് നൂറ്റാണ്ടിലാണ് അടുക്കളപ്പണി എന്നത് സ്ത്രീകളുടെ മേഖല മാത്രമായത്? ആണുങ്ങളും സഹായിക്കുന്ന വീടുകളുണ്ട്. എന്താണ് ഇത്ര പണി? വീട്ടിൽ ജോലിയൊന്നുമില്ലാതെ ഇരിക്കുകയല്ലേ എന്ന് ചിലർ പറയും. പക്ഷെ ചെയ്യുന്ന ജോലിക്ക് 10 പൈസ ആരും കൊടുക്കുന്നുമില്ല. കുക്കിങ്ങും ക്ലീനിങ്ങും. ജോലിക്ക് പോകുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക പേരുടെയും സാഹചര്യം ഇത് തന്നെയാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നു. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. വീട്ടമ്മമാരുടെ സാഹചര്യം ഇതാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ ചിലർ സിന്ധുവിന്റെ 4 മക്കളെ വിമർശിച്ചു. അമ്മ വീട്ടുജോലി ചെയ്യുമ്പോൾ മക്കൾക്ക് സഹായിച്ചാൽ എന്താണെന്നാണ് ഇവരുടെ ചോദ്യം. അവർ ശരിക്കും തളർന്നു. ഞാൻ 22 വയസ്സുകാരിയാണ്. ഫ്രീ ആകുമ്പോൾ ഞാൻ അമ്മയെ കുക്കിങ്ങിനും ക്ലീനിങ്ങിനും സഹായിക്കാറുണ്ട്. ഇവർക്ക് 4 മക്കളുണ്ട്. ഒരാൾ പോലും അവരെ സഹായിക്കുന്നത് വീഡിയോയിൽ കാണാറില്ല. ഞാൻ എൻ്റെ അമ്മയെ പോലെയാണ് ഇവരെ കാണുന്നത്. അതുകൊണ്ടാണ് വിഷമത്തോടെ ഈ കമന്റ് ഇടുന്നതെന്ന് ഒരാൾ കമന്റ് ബോക്സിൽ കുറിച്ചു. ഈ കമന്റിന് മറുപടിയായി നിരവധി കമന്റുകൾ വന്നു. പലരും ഈ അഭിപ്രായത്തോട് യോജിച്ചു. മക്കളാരും സിന്ധു കൃഷ്ണയെ സഹായിക്കാറില്ലെന്നാണ് ഇവർ ആവർത്തിച്ചത്. ഇതിനിടെ മറ്റു ചില അഭിപ്രായങ്ങളും വന്നു. ഇവർ തന്നെ വളരെ അപൂർവമായി കുക്ക് ചെയ്യാറുള്ളൂ. ഇവർക്കെല്ലാം വർഷങ്ങളായി ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പച്ചി എന്ന പാവം വയസ്സായ സ്ത്രീയാണ്. കുട്ടികൾ മാതാപിതാക്കളെ കണ്ടാണ് പഠിക്കുന്നത്. അമ്മ തന്നെ വല്ലപ്പോഴും അടുക്കളയിൽ കയറുമ്പോൾ മക്കൾ അമ്മയെ സഹായിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാനാണ്? എങ്കിൽ പോലും ഇഷാനി പലപ്പോഴും അമ്മയെ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരാളുടെ കമന്റ് ഇങ്ങനെ: ദിയ കൃഷ്ണയുടെ വിവാഹമാണ് ആദ്യം നടക്കാൻ പോകുന്നത്. ഇതിന്റെ തിരക്കിലാണ് കുടുംബം. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ദിയയുടെ പെണ്ണുകാണൽ ചടങ്ങും നടന്നിരുന്നു. അശ്വിന്റെ വീട്ടുകാർ ദിയയുടെ വീട്ടിലെത്തി വിവാഹകാര്യം സംസാരിച്ചു. സെപ്റ്റംബറിലാണ് വിവാഹം. അശ്വിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദരന്റെ ഭാര്യയും അവരുടെ കുഞ്ഞും ചേർന്ന കുടുംബമാണ് പെണ്ണുകാണലിനെത്തിയത്. എൻഗേജ്മെന്റ് ചടങ്ങില്ലെന്നാണ് ദിയ പറയുന്നത്. എന്തായാലും അടുത്ത വിവാഹം ദിയയുടെ തന്നെയാണ്. അതിന്റെ ചടങ്ങുകളിലായിരിക്കും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.